ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. എന്താണ് എക്സെപ്ഷൻ? നമുക്ക് ഞാൻ ഇങ്ങനെ ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ ഇൻറ്റ് എ ഈക്വൽ ടു 20 എന്ന് എഴുതി. ഓക്കെ. ആൻഡ് ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ ഒരു എറർ വന്നു. ഇവിടെ ഒരു സെമി കോളൻ മിസ്സിങ് ആണെന്ന് പറഞ്ഞു. ഇത് ഇത്തരം എറേഴ്സ്, അതായത് ഇവിടെ ഇപ്പോൾ നമുക്കൊരു എറർ ഉണ്ട്, ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ എക്സ്പെക്റ്റഡ് ടു ഫൈൻഡ് എ സെമി കോളൻ. അതല്ലെങ്കിൽ നമ്മൾ കീവേഡ്സ് തെറ്റെഴുതുക, ഈ പ്രോഗ്രാമിൻ്റെ സിൻടാക്സിനല്ല അനുസരിച്ചല്ലാത്ത രീതിയിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. അപ്പോൾ നമുക്ക് അവിടെ എറേഴ്സ് കിട്ടും. അപ്പോൾ ഇത്തരം എറേഴ്സിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് കമ്പൈൽ ടൈം എറേഴ്സ് എന്നാണ്. കമ്പൈൽ ടൈം എറേഴ്സ്, ദാറ്റ് മീൻസ് നമ്മളിത് പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ ഒരു എറർ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും കഴിയും. അപ്പോൾ ഇത്തരം എറേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് കമ്പൈൽ ടൈം എറേഴ്സ് എന്നാണ്. പക്ഷേ ഇതല്ലാതെ ദർ ആർ സം അതർ എറേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രോഗ്രാം എഴുതുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു സാമ്പിൾ കോഡ് എഴുതാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇൻറ്റ് എ എന്ന് എഴുതിയിട്ട് ഞാൻ 20 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് ബി എന്ന് എഴുതിയിട്ട് ഞാൻ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നൗ ദർ ഇസ് നോ എറേഴ്സ്. ഐ ക്യാൻ ഹാവ് എ വേരിയബിൾ ഫോർ ദ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അവിടെയും എറേഴ്സ് ഒന്നുമില്ല. ഇവിടെ കാണുന്ന ഈ വേവി ഒരു ഓറഞ്ച് അണ്ടർലൈൻ എന്ന് പറയുന്നത് വാർണിംഗ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള വേരിയബിൾസ് ആണെങ്കിൽ എന്തിനാണ് ഇത് ഡിക്ലെയർ ചെയ്തേക്കുന്നത്, അത് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു വാർണിംഗ് മാത്രമാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ എഴുതുകയാണ് എന്ത്, റിസൾട്ട് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി എന്നെഴുതി. Okay, you have an error here. What is the error? Value of type. Okay, let me change the type. ഇത് കമ്പൈൽ ടൈം എറർ ആണ്. അത് നമുക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതാണ്, നമ്മളതിനെ കറക്റ്റ് ചെയ്തു. ഓക്കെ, നൗ യു ഡോണ്ട് ഹാവ് എനി എറേഴ്സ് ആൻഡ് ലെറ്റ് മീ പ്രിൻറ്റ് ദാറ്റ് റിസൾട്ട് ഹിയർ. റിസൾട്ട് എന്ന് ഞാൻ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ആസ് എ പ്രോഗ്രാമർ നമ്മൾ ഈ കോഡ് എഴുതി, ഇറ്റ് ഈസ് വർക്കിംഗ്. ആൻഡ് സപ്പോസ് ഇവിടെ ബി എന്ന് പറയുന്നത് നമ്മൾ യൂസറെ കയ്യിൽ നിന്നുമാണ് വാങ്ങുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ബി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും യൂസറെ കയ്യിൽ നിന്ന് വാങ്ങുക, ഇൻപുട്ട് എങ്ങനെയാണ് നമ്മൾ പഠിച്ചതാണ്, ഇൻറ്റ് ഡോട്ട് പാഴ്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആൻഡ്രോയിഡ് stdin ഡോട്ട് റീഡ് ലൈൻ സിങ്ക് എന്ന് എഴുതി. ഓക്കെ, ആൻഡ് ദിസ് ക്യാൻ ബി ടു സ്ട്രിങ് എന്ന് ഞാൻ എഴുതി. ഓക്കെ, നൗ യു ഗോട്ട് and then you will get a prompt for entering the value of b. and ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, print enter the number എന്ന് ഞാൻ എഴുതി. ദാറ്റ് മീൻസ് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ കൊണ്ട് 20യെ ഡിവൈഡ് ചെയ്യണം. ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യുന്നുണ്ട്. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാർട്ട് ഫയൽ നെയിം main.dart എന്ന് എഴുതി. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്പർ ചോദിച്ചു. ഞാൻ ഓക്കെ, നൗ അവർ നമ്പർ ഈസ് 20 ആണ് ഡിവൈഡ്, ഞാൻ 2 എന്ന് എഴുതി. ആൻഡ് ഇറ്റ്സ് ഓക്കെ, യു ഗോട്ട് ദ റിസൾട്ട്. ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ഓക്കെ, നമ്മൾ കോൺഫിഡൻ്റ് ആണ്, നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുന്നുണ്ട്. എഗെയിൻ ഞാൻ എൻ്റർ ചെയ്തു ആൻഡ് ഐ ക്യാൻ എൻ്റർ 5 ഹിയർ ആൻഡ് നൗ യു ഗോട്ട് ദ റിസൾട്ട്. ആൻഡ് ഇവിടെ ഞാൻ ഐ ക്യാൻ എൻ്റർ 0. ഞാൻ ഇവിടെ 0 എന്ന് എൻ്റർ ചെയ്തു. നൗ യു ഗോട്ട് ഇൻഫിനിറ്റി ആൻഡ് ഡിവിഷൻ ബൈ 0 ആണ് ഇവിടെ ഹാപ്പൻ ചെയ്തത്. ആൻഡ് ദിസ് ഇസ് നോട്ട്, ഇവിടെ നമുക്ക് എന്ത് വന്നു, ഒരു എറർ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം വന്നു. ഇത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഞാനിതിനെ എന്ത് ചെയ്തു, ഇങ്ങനെ ആക്കി. ആൻഡ് ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ എന്തായിരിക്കും, ഇൻറ്റീജർ ഡിവിഷനാണ്. സോ ലെറ്റ് മീ മേക്ക് ദിസ് ടു ഇൻറ്റ് എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടി ഇവിടെ വന്നിട്ട് എഗെയിൻ ഇത് റൺ ചെയ്യാണ്, ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ റൺ ചെയ്തു ആൻഡ് ഇറ്റ് ഈസ് 0. നൗ യു ക്യാൻ സീ എൻ എറർ ഹിയർ. ഞാനതിനെ ഇൻറ്റീജർ ഡിവിഷനാക്കി മാറ്റി. ഇവിടെ നിങ്ങൾക്കൊരു എറർ ഹാപ്പൻ ചെയ്തു. ഇത് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല. ആൻഡ് ദർ മേ ബി എ ചാൻസ് ഓഫ് എ ഡിവിഷൻ ബൈ 0 എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ദർ ആർ അതർ കേസസ് ഓൾസോ. ഞാൻ ഇവിടെ വന്നിട്ട് എഗെയിൻ ഒന്നുകൂടി റൺ ചെയ്തു ആൻഡ് ഐ ക്യാൻ എൻ്റർ എ ഹിയർ. ഞാൻ എ എന്ന് എൻ്റർ ചെയ്തു. Now you got another exception and you got a format exception. ഇതിൻ്റെ പേര് ഫോർമാറ്റ് എക്സെപ്ഷൻ എന്നാണ്. ഇതിൻ്റെ പേര് ഇൻറ്റീജർ ഡിവിഷൻ ബൈ 0 എക്സെപ്ഷൻ എന്ന് പറഞ്ഞ് വേറെ സാധനം വന്നു. ആൻഡ് യു ക്യാൻ സീ എ വേർഡ് ഹിയർ, എക്സെപ്ഷൻ ഹിയർ.
സോ അപ്പോൾ എക്സെപ്ഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. അപ്പോൾ എന്താണ് എക്സെപ്ഷൻസ്? എക്സെപ്ഷൻസ് ആർ ആക്ച്വലി എറേഴ്സ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് ദ റൺ ടൈം ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം കമ്പൈൽ ടൈമിലല്ല, റൺ ടൈമിൽ ഹാപ്പൻ ചെയ്യുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ എക്സെപ്ഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രോഗ്രാം അവിടെ ക്രാഷ് ആവുകയാണ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടിയില്ല. നമ്മൾ പ്രോഗ്രാം എന്ത് ചെയ്തു, ക്രാഷായി, അല്ലെങ്കിൽ അബ്നോർമലായിട്ട് അത് ടെർമിനേറ്റ് ആവും, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ഇഷ്യൂസിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതല്ലെങ്കിൽ ഇത്തരം ഇഷ്യൂസ് നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്യും എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സെപ്ഷൻ ഹാൻഡിലിംഗ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആസ് ഓൾവേസ് നമുക്കറിയാം, ഓൾമോസ്റ്റ് നമ്മൾ ഇന്ന് വരെ പഠിച്ച എല്ലാ ലാംഗ്വേജിനകത്തും എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ട്രൈ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രൈ സംതിങ്. ഞാൻ ആ സിൻടാക്സ് ഒന്ന് ഇവിടെ എഴുതാം, ലൈക്ക് ദിസ്. ഞാനൊന്ന് കമൻറ്റ് ചെയ്ത് എഴുതുന്നുണ്ട് സിൻടാക്സ് ആയതുകൊണ്ട്, അതല്ലെങ്കിൽ അവിടെ കെറേഴ്സ് ത്രോ ചെയ്യും. ഓക്കെ, ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ എക്സെപ്ഷൻ്റെ സിൻടാക്സ് എഴുതുകയാണ്. എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, സിൻടാക്സ് ഇതാണ്. എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ട്രൈ എന്ന് എഴുതി, ദെൻ യു ക്യാൻ ഹാവ് സം സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, നമുക്ക് ആ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണോ അത് നമ്മളിവിടെ എഴുതി. ആൻഡ് ഇൻ കേസ് ആൻ എറർ ഒക്കർ, ഒരു എറർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, യു നീഡ് ടു ക്യാച്ച് ദാറ്റ് എറർ. ആ എററിനെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ തോന്നിയ പോലെ നമ്മൾ വിടുന്നില്ല, അല്ലെങ്കിൽ അബ്നോർമലി എൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിടുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു എക്സെപ്ഷൻ ഹാപ്പൻ ചെയ്താൽ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവിടെ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ നമ്മൾ മുകളിൽ എഴുതിയ ആ കോഡിനെ ട്രൈ ക്യാച്ച് വെച്ച് നമ്മൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യും, അതായത് ഇവിടെ നമ്മൾ മുകളിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ഈ കാര്യത്തെ നമുക്ക് എങ്ങനെ ട്രൈ ക്യാച്ച് വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് എക്സെപ്ഷൻ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഞാൻ എഴുതിയത് എന്താണ്, ഇത് ഓക്കെ ആണ്, ദിസ് ഈസ് ഓക്കെ, യൂസർ എൻ്റർ ചെയ്യും, ആൻഡ് ദിസ് ഈസ് ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദിസ് തിങ്, ഇവിടെ എക്സെപ്ഷൻ ഒക്കർ ചെയ്യും. ഇവിടെ എക്സെപ്ഷൻ ഒക്കർ ചെയ്താൽ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്ത്, ഇയാൾക്ക് 0 ഒബ്വിയസ്ലി ഇവിടെ എൻ്റർ ചെയ്യാം, അതൊരു എക്സെപ്ഷനായിട്ട് വരില്ല, അത് കറക്റ്റായിട്ട് പാഴ്സ് ചെയ്തും 0യെ നമുക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീജറാക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയും. കീബോർഡിൽ നിന്ന് ഞാൻ 0 എൻ്റർ ചെയ്താൽ സ്ട്രിങ് ആയിട്ടാണ് വരിക, അതിനെ എന്ത് ചെയ്യും, ഇൻറ്റീജറായിട്ട് പാഴ്സ് ചെയ്തെടുക്കും. പക്ഷേ വാട്ട് അബൌട്ട് ആൻഡ് ലെറ്റർ, ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറോ ഒക്കെ എൻ്റർ ചെയ്താൽ എന്ത് ചെയ്യില്ല, ഇതിവിടെ നടക്കില്ല. അപ്പോൾ ഇവിടുന്നാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടുന്നാണ് എന്ത് ഒക്കർ ചെയ്യുന്നത്, ആദ്യത്തെ നമ്മളുടെ ഒരു എറർ ചാൻസ് ഉള്ളത്, ലൈക്ക് ദിസ്. ഇപ്പോൾ ഞാൻ റൺ ചെയ്തു, എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞു, ഞാൻ എ എന്നുള്ള കീ എൻ്റർ ചെയ്ത് എൻ്റർ അടിച്ചു. അത് എവിടുന്നാണ് ഒക്കർ ചെയ്തത്, അത് ഒക്കർ ചെയ്തത് ഇവിടുന്നല്ല ഒക്കർ ചെയ്തത്, ഇത് ഒക്കർ ചെയ്തത് ഇവിടുന്നാണ് എന്ത് ചെയ്ത് ഒക്കർ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫ്രം ഹിയർ നമ്മൾ ആ എക്സെപ്ഷനെ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യേണ്ടി വരും. സോ ലെറ്റ് മീ കട്ട് ദിസ് ഔട്ട്. ഇതിനെ ഞാൻ എന്ത് ചെയ്തു, മുകളിൽ ഇവിടെ ഡിക്ലറേഷൻ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ആക്കി. ഓക്കെ, നൗ എൻ്റർ ദ നമ്പർ ഈസ് ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഐ നീഡ് ടു റൈറ്റ് എ ട്രൈ ഹിയർ. ഓക്കെ, എന്താണ് ട്രൈ ചെയ്യാൻ പറയേണ്ടത്, ട്രൈ ദിസ്, ഇത് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇത് ട്രൈ ചെയ്തു. ആൻഡ് ഇവിടെ ഞാൻ പറയുകയാണ് എക്സെപ്ഷൻ, നോ ക്യാച്ചാണ്, എക്സെപ്ഷൻ അല്ല, ക്യാച്ച് എന്ന് എഴുതി. ദെൻ യു നീഡ് ടു പാസ് എ പാരാമീറ്റർ ഹിയർ. ആൻഡ് എന്ത് വേണമെങ്കിലും പാസ് ചെയ്യാം, EX എന്ന് പാസ് ചെയ്യാം, എറർ എന്ന് പാസ് ചെയ്യാം, ഓർ സിംപിളി എന്ന് പാസ് ചെയ്യാം, വാട്ട് എവർ. ഇവിടെ ഞാൻ എക്സെപ്ഷൻ എഴുതി. ദെൻ ഞാൻ എന്ത് ചെയ്യാണ്, പ്രിൻറ്റ് E എന്ന് കൊടുത്തു. ആ ഇയെ ഞാൻ എന്ത് ചെയ്തു, ഇയെ ഞാൻ പ്രിൻറ്റ് ചെയ്തു, പുട്ട് എ സെമിക്കോളൻ. ഓക്കെ, ആൻഡ് ലെറ്റ് മീ കമൻറ്റ് ദിസ് ഔട്ട്. ഇതിനെ ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനെ കമൻറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ഐ തിങ്ക് എവറിത്തിങ് ഈസ് ഓക്കെ, ആൻഡ് ദർ ആർ സം വാർണിങ്സ്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, സെയിം എക്സാക്ട്ലി ഒന്നുകൂടി റൺ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ റൺ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ ഇത് വന്നു, ആൻഡ് ഇഫ് യു എൻ്റർ 2 ദാറ്റ് ഈസ് ഓക്കെ, നോ പ്രോബ്ലം. അതിന് ബാക്കി വരാത്ത നമ്മൾ കമൻറ്റ് ചെയ്തിട്ടോ, അതുകൊണ്ടാണ്. ഒന്നുകൂടി റൺ ചെയ്തു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എ എന്ന് എൻ്റർ ചെയ്തു. നൗ യു ക്യാൻ സീ നമ്മൾ പ്രോഗ്രാം ക്രാഷ് ആയില്ല, അതായത് ഇതേപോലെ ക്രാഷായി പോയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്തു, ആ എക്സെപ്ഷൻ നിങ്ങൾക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തന്നു. ഇവിടെ കണ്ടോ, ഫോർമാറ്റ് എക്സെപ്ഷൻ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്തു, എന്താണതെന്നും ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പരിധി വരെ നമ്മൾ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു, അബ്നോർമലി എൻഡ് ആവുന്നത് നമ്മൾ എന്ത് ചെയ്തു, ടാക്കിൾ ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, ഇഫ് എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് വെച്ചാൽ നമ്മൾ എൻ്റർ ചെയ്തൊരു നമ്പറാണ്, അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ട്രൈ ചെയ്യണം. നമ്മൾ ഈ കമൻറ്റ് ചെയ്തിട്ട സാധനം എന്ത് ചെയ്യണം, ഞാൻ ഇതിനെ ഇവിടെ നിന്ന് എടുത്തു, എന്നിട്ട് അവിടെ കൊണ്ടിട്ടു, ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടു. ഓക്കെ, ആൻഡ് ഐ നീഡ് ദിസ് ഓൾസോ.
ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുകയാണ്, കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. ദെൻ ഇതിനെ ഞാൻ ഒന്നുകൂടി റൺ ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ക്ലിയർ ദിസ്. നൗ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 1 എൻ്റർ ചെയ്തു, ദാറ്റ് ഈസ് ഓക്കെ. ഒബ്വിയസ്ലി നേരത്തെ ഓക്കെ ആയിരുന്നു, ഞാൻ Q എന്ന് എൻ്റർ ചെയ്തു. നൗ യു ഗോട്ട് ആൻ എക്സെപ്ഷൻ, ഫോർമാറ്റ് എക്സെപ്ഷൻ ആണെന്ന് എഴുതി കാണിച്ചു തന്നു. ദെൻ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആൻഡ് ദാറ്റ് ഈസ് ഓക്കെ. നമ്മൾ ഒന്ന് ഇത് കറക്റ്റ് വാല്യൂസ് ഓക്കെയാണ്. നമ്മളുടെ ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ നമ്മളൊരു കീ എൻ്റർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ക്യാരക്ടർ എൻ്റർ ചെയ്തപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്തു, ക്യാച്ച് ചെയ്യുകയും ചെയ്തു. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് 0 എന്ന് എൻ്റർ ചെയ്തു. നൗ യു ഗോട്ട് ഇൻറ്റീജർ ഡിവിഷൻ ബൈ 0. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ടാക്കിൾ ചെയ്തു. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് എക്സെപ്ഷനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാൻഡിൽ ചെയ്തു. അതായത് നമുക്ക് എവിടെയാണോ എക്സെപ്ഷൻസ് ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ളത് ആ ഒരു കോഡിനെ അല്ലെങ്കിൽ അത്തരം കോഡുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ട്രൈ എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുവരും. ഇൻ കേസ് ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കതിനെ ത്രോ ചെയ്യിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ പ്രോഗ്രാം ക്രാഷ് ആവുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതല്ലാണ്ട് നമുക്കിപ്പോൾ സ്പെസിഫിക് എക്സെപ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം എക്സെപ്ഷൻസിനെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ വേണ്ടത്, നമ്മൾ എക്സെപ്ഷൻ്റെ പേരെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒക്കർ ചെയ്ത എക്സെപ്ഷൻസ് ഒക്കെ എന്താണ്, ഇൻറ്റീജർ ഡിവിഷൻ ബൈ 0 എന്നൊരു എക്സെപ്ഷൻ ഒക്കർ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ആൻ എക്സെപ്ഷൻ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നത്, ഇപ്പോൾ നമ്മൾ ക്യാച്ച് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും കൂടിയാണ് ക്യാച്ച് ചെയ്യുക ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതല്ലാണ്ട് നിങ്ങൾക്ക് സ്പെസിഫിക്കലി ഐ തിങ്ക് യു ക്യാൻ ക്യാച്ച് സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് ഇത് ആ ഒരു വര അതിൻ്റെ പുറത്തൂടെ വരാനുള്ള കാരണം ഇത് ഒബ്സലീറ്റ് ആയി പോയതാണ്. എന്ന് വെച്ചാൽ അതിപ്പോൾ ഈ കോഡല്ല അതിന് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് ഇൻ ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ എന്നെഴുതി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കസ്റ്റം മെസ്സേജസ് ഇവിടെ കാണിക്കാം. ഇവിടെ ഈ ഒരു സ്ട്രൈക്ക് വന്നതിന് കാരണം എന്ന് പറയുന്നത് ഇൻറ്റീജർ ഡിവിഷൻ ബൈ 0 എക്സെപ്ഷൻ ഈസ് ഡിപ്രിക്കേറ്റഡ് ആൻഡ് ഷുഡിൻ ബി യൂസ്ഡ്. അതിന് പകരം ഉപയോഗിക്കേണ്ട വാക്ക് അൺസപ്പോർട്ടഡ് എറർ എന്നാണ്. അപ്പോൾ ഞാൻ അതിന് പകരം പുതിയ ഡോട്ട് വേർഷനിലൊക്കെ വന്ന മാറ്റമാണ് അൺസപ്പോർട്ടഡ് എറർ. ഓക്കെ, അൺസപ്പോർട്ടഡ് എറർ എന്ന് എഴുതി. ഐ തിങ്ക് ഇവിടെ ഒരു കാര്യം കൂടി വേണം, ഓൺ എന്നും കൂടി വേണം കേട്ടോ, ഓൺ അൺസപ്പോർട്ടഡ് എറർ. ഓക്കെ, ഒരു എക്സെപ്ഷൻ എഴുതി. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് മോർ എക്സെപ്ഷൻസ്. അടുത്ത് ഞാൻ എഴുതുന്നത് എന്തായിരിക്കും, ഓൺ ഫോർമാറ്റ് എക്സെപ്ഷൻ എന്ന് എഴുതി. അതാണ് നമ്മൾ നേരത്തെ കണ്ട ക്യാരക്ടർ എൻ്റർ ചെയ്തപ്പോൾ വന്നത്. അപ്പോൾ ഞാൻ ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് എഴുതി. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, മോർ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇനി ഇതല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ റൈറ്റ് ഇ ഹിയർ, ദെൻ പ്രിൻറ്റ് സംതിങ് വെൻ റോങ്. ഓക്കെ എന്ന് ഞാൻ എഴുതി. നൗ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില എക്സെപ്ഷൻസിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആ എക്സെപ്ഷൻ എന്താണെന്ന് കാണിക്കുക ചെയ്തത്. മേ ബി അത് യൂസർക്ക് കണ്ടാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ കഴിയില്ല, മനസ്സിലാവില്ല. അതായത് നേരത്തെ നമ്മൾ കണ്ട പോലെ ഇൻവാലിഡ് എറർ അല്ലെ ഫോർമാറ്റ് എക്സെപ്ഷൻ എന്ന് കാണിച്ചാൽ യൂസർക്ക് ചിലപ്പോൾ അത് അണ്ടർസ്റ്റാൻഡബിൾ ആയിക്കോണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്തു, ഒന്നുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കി നമ്മൾ ഈ രീതിയിൽ എഴുതി. ഇഫ് ദിസ് എറർ ഒക്കേഴ്സ് ഷോ ദിസ്, if this is the error means exception ആണ്, exception show this, otherwise in case of any other exceptions show this message. Okay, let's try this. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ക്ലിയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു. ഫസ്റ്റത്തെ നമ്മളെ വാല്യൂ ഒരു കറക്റ്റ് വാല്യൂ എൻ്റർ ചെയ്തു ആൻഡ് യു ഗോട്ട് ദ റിസൾട്ട് 10 20/2 ആണ്, 10 കിട്ടി. എഗെയിൻ ഞാനൊരു പ്രോംപ്റ്റ് എടുത്തു, എന്നിട്ട് Q എന്ന് എൻ്റർ ചെയ്തു. നൗ യു ഗോട്ട് ഇൻവാലിഡ് ഇൻപുട്ട്. ദാറ്റ് മീൻസ് നമ്മളെ എക്സെപ്ഷൻ ഏതാ ഒക്കർ ചെയ്തത്, ഫോർമാറ്റ് എക്സെപ്ഷൻ ആണ് ഒക്കർ ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് എഗെയിൻ ഞാൻ 0 എന്ന് എൻ്റർ ചെയ്തു. നൗ യു ഗോട്ട് ഡിവിഷൻ ബൈ 0 ഇസ് നോട്ട് പോസിബിൾ എന്ന് കാണിച്ചു. ഓക്കെ, ആൻഡ് ഇൻ കേസ് ഓഫ് എനി അതർ എറർ, ആ എനി അതർ എറർ വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഒരു ടാബ് എൻ്റർ ചെയ്തു, ഇൻപുട്ട് ഇൻവാലിഡ് ഇൻപുട്ടാണ് വരിക. ഇതല്ലാത്ത എന്തെങ്കിലും കേസിൽ നിങ്ങൾക്ക് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് കാണിക്കും. ഇനി നിങ്ങൾക്ക് ഇതല്ലാണ്ട് യു ഹാവ് എ സംതിങ് കോൾഡ്
ഫൈനലി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. ഫൈനലി ബ്ലോക്ക് എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. ഇവിടെ ക്യാച്ച് ചെയ്തു. നൗ യു ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക് ദിസ് ഫൈനലി. ഓക്കെ, ആൻഡ് പ്രിൻറ്റ്. നിങ്ങൾക്ക് അവിടെ എന്ത് മെസ്സേജ് വേണമെങ്കിലും കാണിക്കാം. ഫൈനലി ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതുന്നത് ഫൈനലി. ഓക്കെ, ഞാനിവിടെ എഴുതി എക്സിക്യൂഷൻ, എക്സിക്യൂഷൻ എൻഡ്സ് എന്നെഴുതി. ഈ ഫൈനലി ബ്ലോക്ക് ഓൾവേസ് എക്സിക്യൂട്ട് ചെയ്യും ഈവൻ ഇഫ് ദർ ഈസ് ആൻ എറർ. അതായത് ഫൈനലി ബ്ലോക്ക് എന്ത് ചെയ്യും, ഓൾവേസ് എക്സിക്യൂട്ട് ചെയ്യും വെദർ ദ എക്സെപ്ഷൻ ഒക്കർ ഓർ നോട്ട്. എക്സെപ്ഷൻ ഒക്കർ ചെയ്താലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് കറക്റ്റ് വാല്യൂ ആണ് കിട്ടിയെങ്കിലും എന്ത് ചെയ്യും, എക്സിക്യൂഷൻ എൻഡ്സ് എന്ന് കാണിക്കും. ഇൻ കേസ് ഓഫ് എൻ എറർ വന്നാലും എന്ത് ചെയ്യും, എക്സിക്യൂഷൻ എൻഡ്സ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓപ്ഷണലാണ്. ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ഇത് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഓവർ ആവും, ഇതിന് പുറത്തേക്ക് കൺട്രോൾ വരും. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, യു ഹാവ് എ ഫൈനലി ബ്ലോക്ക് ഹിയർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് ഈ ഫൈനലി ഒന്ന് കാണാം എന്താണ്, എങ്ങനെയായിരിക്കും അത് വരിക എന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ എൻ്റർ ചെയ്തു 2 എന്ന് എൻ്റർ ചെയ്തു. നോ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടി. ഫൈനലി ബ്ലോക്ക് എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ഇനി നമ്മളുടെ എറർ കേസ് നോക്കാം. എറർ കേസിൽ വരുന്ന ഞാനിപ്പോൾ W എന്ന് എൻ്റർ ചെയ്തു. നോ യു ഗോട്ട് ഇൻവാലിഡ് ഇൻപുട്ട് എക്സെപ്ഷൻ, ദെൻ യു ഗോട്ട് ദാറ്റ് ഫൈനലി ബ്ലോക്ക്. ഇനി നമുക്ക് ലാസ്റ്റ് കേസ് നമ്മൾ 0 ആണ്. 0 എന്ന് എൻ്റർ ചെയ്തു. ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ എന്ന് കാണിച്ചു. എക്സിക്യൂഷൻ എൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഫൈനലി ബ്ലോക്ക്. ആൻഡ് ദിസ് ഈസ് ഓപ്ഷണൽ. ഇതില്ലെങ്കിലും എന്ത് ചെയ്യും, ആ ട്രൈ ക്യാച്ച് ബ്ലോക്ക് അവിടെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, എൻഡ് ആവും. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഉള്ളത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വേറൊരു സെനാരിയോ കാണിച്ചു തരാം. നിങ്ങൾക്ക് കസ്റ്റം ത്രോ എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിക്കാം. എക്സ്പ്ലിസിറ്റ്ലി നിങ്ങൾക്ക് എക്സെപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ത്രോ ചെയ്യാൻ പറ്റും. അതായത് റേസ്ഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രോഗ്രാം ഇങ്ങനെയാണെന്ന് പറഞ്ഞത്, റേസ്ഡ് എക്സെപ്ഷൻ ഷുഡ് ബി ഹാൻഡിൽ ടു പ്രിവെൻറ്റ് ദ പ്രോഗ്രാം ഫ്രം എക്സിറ്റിംഗ് അൺഎക്സ്പെക്റ്റഡ്ലി. പ്രോഗ്രാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എക്സിറ്റ് ചെയ്യുന്ന ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സെപ്ഷൻസ് ത്രോ ചെയ്യാം. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്, എക്സെപ്ഷൻസ് ഇങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ്. ഇവിടെ നോക്കുക, ത്രോ എന്നെഴുതി, ദെൻ യു ഹാവ് ന്യൂ ദാറ്റ് എക്സെപ്ഷൻ നെയിം, എക്സെപ്ഷൻ അണ്ടർസ്കോർ നെയിം ലൈക്ക് ദിസ്. ഇതേപോലെയാണ് സിൻടാക്സ്. മേ ബി നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാനിതൊന്ന് മൊത്തത്തിലൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഞാനതൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെ വേണ്ട, ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം കൂടി അവിയൽ പോലെ അവിടെ. ഓക്കെ, ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ എനിക്ക് ഐ എം ഗോയിങ് ടു റൈറ്റ് ആൻ എക്സാമ്പിൾ ലൈക്ക് ദിസ്. ഐ ഹാവ് എ ഫങ്ഷൻ void check underscore balance എന്നൊരു ഫങ്ഷൻ ഞാൻ എഴുതി. ഓക്കെ, ആൻഡ് ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും ഞാൻ കാണിക്കുകയാണ്. എമൗണ്ട് എന്നെഴുതി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഇനി നമ്മൾ എഴുതേണ്ടത് ഫങ്ഷൻ ബോഡിയാണ്. ഇനി നമ്മൾ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് എമൗണ്ട് ലെസ് ദാൻ 0 ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഐ നീഡ് ടു ത്രോ ആൻ എക്സെപ്ഷൻ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ത്രോ ന്യൂ, ഐ എം ഗോയിങ് ടു ഹാവ് ഫോർമാറ്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, നൗ നമ്മൾ ചെക്ക് ബാലൻസിന് ചെക്ക് ബാലൻസ് എന്ത് ചെയ്യാണ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്കൊരു എക്സെപ്ഷൻ ത്രോ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു കോൾ ദിസ് തിങ്, ഇതിനെ ഞാൻ കോൾ ചെയ്യാണ്. ട്രൈ ചെയ്തു. ഓക്കെ, ട്രൈ എന്താ ട്രൈ ചെയ്യേണ്ടത്, ചെക്ക് ബാലൻസ്, ചെക്ക് അണ്ടർസ്കോർ ബാലൻസിനെ കോൾ ചെയ്തു. ഒരു പാരാമീറ്റർ ഉണ്ട്. ആ പാരാമീറ്റർ എന്ന് പറയുന്നത് ഇൻറ്റീജർ ടൈപ്പുള്ള പാരാമീറ്ററാണ്. ഞാനിവിടെ ഒരു -20 എന്ന് കൊടുത്തു. ഓക്കെ, പുട്ട് എ സെമി കോളൺ. ആൻഡ് വാട്ട് ഈസ് ദ എറർ ഹിയർ, ലോക്കൽ വേരിയബിൾ ചെക്ക് ബാലൻസ് ഈസ് നോട്ട്. ഇതിന് കാരണം ഞാനിത് ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഇത്, ഞാൻ അതിനെ പുറത്തേക്ക് ആക്കുന്നുണ്ട്. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഓക്കെ. എന്ന് വെച്ചാൽ ഞാൻ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് എഴുതിയതെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, യു നീഡ് ടു റൈറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇതേപോലെ എഴുതണം അതിൻ്റെ ടോപ്പിൽ. ഇപ്പോൾ ഞാൻ അതിൻ്റെ പുറത്തേക്ക് എഴുതി, അതായത് ആ മെയിൻ ഫംഗ്ഷന് പുറത്ത് എഴുതി, എന്നിട്ട് അതിനെ കോൾ ചെയ്തു. ഇവിടുത്തെ എറർ എന്താണ്, ഈ എററിന് കാരണം നമ്മൾ ക്യാച്ച് എന്ത് ചെയ്തിട്ടില്ല, ആ ക്യാച്ച് ബ്ലോക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ക്യാച്ച് ദാറ്റ് ഇ. നൗ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക,
print, okay, and the account cannot be negative എന്ന് എഴുതി. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ട് ദ അക്കൗണ്ട് കനോട്ട് ബി നെഗറ്റീവ് എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എക്സെപ്ഷനിലെ റൈസിങ് എക്സെപ്ഷൻ എക്സ്റ്റേണലി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ -10 ആയി, അപ്പോൾ ഒരു എക്സെപ്ഷൻ ഞാനിവിടെ ത്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ <0 ആണെങ്കിൽ ത്രോ ആൻ എക്സെപ്ഷൻ. ഇവിടെ എന്ത് ചെയ്യില്ല, ഇപ്പോൾ -20 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇവിടുത്തെ <0 ആണ്. ഇവിടെ നമ്മൾ നോർമലി ഇത് എഴുതി കഴിഞ്ഞാൽ എന്ത് വരില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് ഒരു എക്സെപ്ഷൻ നമുക്കിവിടെ എക്സ്പ്ലിസിറ്റ്ലി ത്രോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാരണം ഇവിടുത്തെ പ്രശ്നം, ഇവിടെ ഇപ്പോൾ അല്ലാത്തൊരു കേസിൽ ഇവിടെ എന്ത് ചെയ്യില്ല, നമ്മൾ ഈ ത്രോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഇപ്പോൾ -20 ആണെങ്കിൽ എക്സെപ്ഷൻ ഒന്നും ത്രോ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു എക്സെപ്ഷൻ ത്രോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഡൂ ദിസ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ട് ഈ എക്സെപ്ഷൻ ത്രോ ചെയ്തു. ആ എക്സെപ്ഷനാണ് ആര് ക്യാച്ച് ചെയ്തത്? ക്യാച്ച് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ എന്ത് വന്നു, ഇത് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇതാണ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നത്. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവരുത്. ഞാൻ ക്ലിയർ സ്ക്രീൻ അടിച്ചു, എന്നിട്ട് ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്തു, റൺ ചെയ്തു. നൗ യു ഗോട്ട് ദ അക്കൗണ്ട് കനോട്ട് ബി നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ത്രോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് കസ്റ്റം എക്സെപ്ഷൻ ക്ലാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സെപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇതല്ലാതെ ഉണ്ട് ഒന്നുകൂടി പെർഫെക്റ്റായിട്ട് നമ്മൾ പ്രോഗ്രാംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എക്സെപ്ഷന് വേണ്ടി സെപ്പറേറ്റ് ക്ലാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സെപ്ഷൻസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കാരണം നമ്മൾ ക്ലാസ്സും ഒബ്ജക്റ്റും ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പ്രോഗ്രാം ഇവിടെ എഴുതാം. എന്നിട്ട് ഞാൻ ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതാം. എന്നിട്ട് നമുക്കതൊന്ന് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ക്ലാസ് എന്ന് പറയുന്നത് യു ക്യാൻ ഹാവ് എ മാർക്ക് എക്സെപ്ഷൻ ഇംപ്ലിമെൻറ്റ്സും നമ്മൾ പറഞ്ഞിട്ടില്ല, ഡോണ്ട് വറി. ഇംപ്ലിമെൻറ്റ്സ് എക്സെപ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഐ ക്യാൻ ഹാവ് എ സ്ട്രിങ് എറർ മെസ്സേജ്, ഒരു മെത്തേഡ് എഴുതി എറർ മെസ്സേജ്. ദെൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ടൈപ്പ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ എറർ കിടക്കുന്നത്. റിട്ടേൺ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, മാർക്സ് cannot be negative value എന്ന് എഴുതി. Okay, put a semicolon. Now you have a class with a method, a string method ഉണ്ട് ഇതിനകത്ത്. എറർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് അത് റിട്ടേൺ ചെയ്യുന്ന സ്ട്രിങ് ആയിരിക്കും. Now outside of this class I am going to create my void main function എഴുതി, main function. Okay, now I am going to try something. Check. Okay, first we can define that check marks. Check mark എന്നുള്ള മെത്തേഡ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ചെക്ക് മാർക്സ് ഓർ മാർക്ക് ഇൻറ്റ് മാർക്ക് എന്ന് പറയുന്ന ഓർ മാർക്സ് എന്ന് പറഞ്ഞൊരു ഒരു പാരാമീറ്റർ ഉണ്ട്. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇഫ് നേരത്തെ ഇതുപോലെ മാർക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഐ നീഡ് ടു ത്രോ സംതിങ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ത്രോ ന്യൂ എക്സെപ്ഷൻ. ഏത് എക്സെപ്ഷൻ? നേരത്തെ നമ്മളിവിടെ എഴുതുക ചെയ്തത് ഫോർമാറ്റ് എക്സെപ്ഷൻ, അതായത് ബിൽറ്റ് ഇൻ എക്സെപ്ഷൻസ് നമ്മളിവിടെ കോൾ ചെയ്തിരുന്നു നേരത്തെ തൊട്ട് മുമ്പ് എഴുതിയപ്പോൾ. ഇപ്പോൾ നമുക്ക് ആരെ കോൾ ചെയ്യണം, ഈ എക്സെപ്ഷനെ കോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ യു ക്യാൻ ഹാവ് യുവർ ഓൺ കസ്റ്റം എക്സെപ്ഷൻ. മാർക്ക് എക്സെപ്ഷൻ അകത്തുനിന്ന് നിങ്ങൾക്ക് ആരെ കോൾ ചെയ്യണം, എറർ മെസ്സേജിനെ കോൾ ചെയ്യണം, ലൈക്ക് ദിസ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്ക് മാർക്ക് എന്ത് ചെയ്യാണ്, കോൾ ചെയ്യാണ്, ചെക്ക് മാർക്സ്. ഓക്കെ, ഇവിടെ നമുക്കൊരു മാർക്ക് എൻ്റർ ചെയ്യണം. ഞാനിവിടെ 20, നേരത്തെ ഇതേപോലെ -20 എന്ന് കൊടുത്തു. ദെൻ യു നീഡ് ടു ക്യാച്ച് ദാറ്റ് എക്സെപ്ഷൻ ദെൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പ്രിൻറ്റ് ഡോട്ട് ടു സ്ട്രിങ് എന്ന് എഴുതി. ഓക്കെ, ഫോർമാറ്റ് ചെയ്തു. അപ്പോൾ ഒന്നുകൂടി പറയാം, ആദ്യം നമ്മളൊരു കസ്റ്റം ക്ലാസ് എഴുതി, എക്സെപ്ഷൻ ക്ലാസ്. ഇതിനകത്ത് എത്ര മെത്തേഡുകൾ നിങ്ങൾക്ക് എഴുതാം.
നിങ്ങൾക്ക് കോമൺ ആയിട്ട് നമ്മൾ ആപ്പിൽ വരുന്ന എക്സെപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റം എക്സെപ്ഷൻ ക്ലാസ് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇനി എവിടെയാണോ അതിനെ യൂസ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ ഡോട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ല പ്രോപ്പർട്ടീസ് അല്ല, ആ മെത്തേഡിനെ കോൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സെപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടി റൺ ചെയ്തു. നൗ യു ക്യാൻ സീ മാർക്സ് കനോട്ട് ബി നെഗറ്റീവ്. ആൻഡ് അത് എവിടെ നിന്ന് വന്നതാണ്, ഈ എക്സെപ്ഷൻ ക്ലാസ്സിൽ നിന്നും വന്നതാണ് എന്ത്, ആ എറർ മെസ്സേജ്. അപ്പോൾ ഇൻ റിയാലിറ്റി നമ്മൾ ആക്ച്വൽ പ്രോഗ്രാംസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി യു ഹാവ് എ ഡെഡിക്കേറ്റഡ് ക്ലാസ് ഫോർ ദിസ് എക്സെപ്ഷൻ. അല്ലാണ്ടേ എഴുതാം, പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സെപ്ഷൻ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റം എക്സെപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഈ ഇംപ്ലിമെൻറ്റ്സ് എന്താണെന്നും, എക്സെപ്ഷൻ എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഡാർട്ടിനകത്തുള്ള ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണെന്ത്, അതായത് നമ്മൾ ഡാർട്ട് SDKയിലുള്ളതാണ് എന്ത് എക്സെപ്ഷൻ എന്ന് പറയുന്ന ക്ലാസ്. അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണെന്ന് ഞാൻ പറയും. വാട്ട് ഈസ് ഇംപ്ലിമെൻറ്റ്സ് എന്നുള്ള ഇംപ്ലിമെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് പറയും. ആൻഡ് ഡോണ്ട് വറി അബൌട്ട് ദിസ് തിങ്. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് തുടങ്ങുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് എന്താണ് എക്സെപ്ഷൻ, എങ്ങനെയാണ് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ.